വല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ
ഞാൻ പത്തനാപുരത്ത് നിന്ന് പോകുന്നു.
ഇന്നും കർത്താവെ എല്ലാവർക്കും കടന്നിരുവാൻ തന്നവർക്ക് കർത്താവിന് നീയുടെ സ്തോത്രം. എല്ലാവരും അറിയുന്ന കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഈ ഈശ്വരുമായിട്ട് യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. കർത്താവെ വാഹനത്തെ അവിടെ നിയന്ത്രിച്ചു കൊള്ളണമേ. അവിടെ സേഫത്തോടെ എത്തിച്ചേർന്ന് ബാക്കിയുള്ള ശിശുക്കൾ ഭംഗിയായിട്ട് നിലനിർത്തുവാൻ സഹായിക്കണമേ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾപ്പിനായിട്ട് സ്തോത്രം. വാഹനവും മഹത്വം തന്നെ എടുത്തോളണമേ. സ്വലോപിതാവേ ക്രിസ്തുവിന്റെ തന്നെയുള്ള നാട്ടിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടാക്കി കേൾക്കുമാറാകണമേ. ഇപ്പോൾ ഡെഡ് ബോഡി ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ആംബുലൻസിനെ ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ പോകുന്നതായിരിക്കും യുദ്ധം എന്ന കണ്ടത്.
പിന്നെ ഒന്നും അത് തന്നെ അല്ല അവിടെ പറയുന്നത് കണക്ട് ചെയ്യാം ബസ് പോകാനാ ലൈൻ ബസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് തിരിച്ചാൽ ഞാൻ ചോദിക്കുന്ന അവിടെ ചേർക്കാം മതി മതി വെളിയിൽ നിന്ന് പ്ലാസ്റ്റിക് ചെയർ കുറച്ചും എടുത്ത് വന്നിട്ട് ഇവിടെ 2 ലൈൻ ഇട്ട് ഈ ഭവനത്തിൽ ഇവനോട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടന്നു. ഇന്നിപ്പോൾ പ്രത്യേക ശരീരമാണ് ഇവർക്കുവാനിടയായത്. അവിടുന്ന് എല്ലാം അറിയുന്നതിന് പരസ്പരം ഇത്രത്തോളം യോഗ സഹായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാൻ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ നീട്ടപ്പെട്ടിരിക്കുകയാണ്. സഹായിക്കണം. കുടുംബാംഗങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. ശാന്തമായി നിൽക്കുവാൻ പ്രത്യാശയില്ലാത്തവരെ പോലെ അലമുറയിടുവാൻ ഇടയായ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ എല്ലാവരെയും നിയന്ത്രിക്കും. അവിടുത്തെ ഇടത്തിന്റെ കേന്ദ്രം അവിടുത്തെ സുരക്ഷദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുവാൻ അവിടുത്തെ കരങ്ങൾ വ്യാപരിച്ച് കാണുവാൻ ഞങ്ങൾ ഉയരത്തിലേക്ക് നോക്കുന്നു. കർത്താവിന്റെ പിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കാൻ കേൾക്കുമാറാകുമേ. ആമേൻ. അവിടെ ചേരാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്
എടുത്തിട്ടുണ്ട് പിന്നെ നാളെ സംസാരിച്ചോ ആരും മാറരുത്. ആരും മാറരുത്, അവിടെ തന്നെ നിൽക്കണേ. പോകരുത്, ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങള് കുഴപ്പമില്ല, അത് സാരമില്ല, നാച്ചുറലായിട്ട് വരുമ്പോൾ. ഓക്കെ, ഇതങ്ങ് എടുക്കുകയാണ്. നിങ്ങൾ ബോഡിയിലേക്ക് നോക്കുക, പ്രശ്നം ആരും അത് മാറുന്ന വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആ ബാക്കിൽ നിന്ന് ഒരു മാസം അങ്ങോട്ട് മാറിയിട്ട് മാറുന്നത് വെയിറ്റ് ചെയ്യണേ, വീഡിയോ എടുത്തോട്ടെ. ഓക്കെ, അത്രയും പേരാണ് മാറി. എന്റെ ജോമോനെ നിങ്ങളൊക്കെ നിങ്ങൾ ഇനി വരാം. ആരും മാറരുത്. മാറരുത്, വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. മാറരുത്, മാറല്ലേ, മാറല്ലേ. ഞാനത് ഇത് കഴിഞ്ഞിട്ടായിട്ട് എന്റെ ചുമതലെല്ലാവരും എന്റെ ഓക്കെ 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 നമ്മള് മാറരുത്. ഒരു മിനിറ്റ്, മാറരുത്. വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇതിന്റെ പുറകിലോട്ട് അങ്ങോട്ട് കയറും. മാഡം അവിടെ ആ മാറരുത്, ആരും മാറുന്നത് വീഡിയോ നിർത്തോട്ടെ. അളിയോ അളിയ അളിയ അളിച്ച അളിയ ഓക്കെ, ഫാമിലിയായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം.
അമ്മാമ്മയുടെ ഫാമിലിക്ക് വന്നാൽ ഇരിക്കണം. താങ്ക് യു.
നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ശുശ്രൂഷയെ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണം എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊള്ളുന്നു. ഇതൊരു ആധ്യാത്മിക ശുശ്രൂഷ എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോവുകയാണ്. ബ്രദർ രാജു തോമസിനെ ക്ഷണിക്കുക. പിതാവിനോട് തന്റെ 83 വർഷത്തെ ഈ ലോകത്തിലെ ജീവിതം, ആത്മീയവും ഭൗതികമായ ജീവിതം അവസാനിപ്പിച്ച് പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവിനോടുള്ള ബന്ധത്തില് ഇനി നമ്മൾക്ക് സഭയായും കുടുംബങ്ങളായും ദേശവാസികളായും ചെയ്യാനുള്ളത് വേണ്ട യാത്രയപ്പ് നൽകി ഈ ശവസംസ്കാര ശുശ്രൂഷ അനുഗ്രഹമായി ദൈവനാമത്തിനായി നടത്തി പിതാവിന്റെ ഭൗതിക ശരീരം മറവിയുക എന്നുള്ളതാണ് ആ ശുശ്രൂഷയുടെ ആരംഭമാണ്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ഒന്നിച്ച് തലകളെ വണങ്ങി പ്രാർത്ഥിക്കുക. പിതാവേ, വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നു. കർത്താവെ, ഞങ്ങൾ സമയഭേദമന്യേ, സ്ഥലഭേദമന്യേ, അവസരഭേദമന്യേ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നീ അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാവകാശനും സ്വാതന്ത്ര്യത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങള് പ്രിയ പിതാവിനെ കർത്താവെ ഇത്രത്തോളം നീ അവിടെ സഹായിച്ചു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 83 വർഷക്കാലം ഈ ലോകത്ത് ജീവിപ്പാൻ മാത്രമല്ല കുടുംബത്തോടുള്ള ബന്ധത്തില്, കർത്താവെ സഭയോടുള്ള ബന്ധത്തില്, ദേശ നിവാസികളോടുള്ള ബന്ധത്തിലൊക്കെ കർത്താവെ ഇത്രത്തോളം ദൈവകൃപയിൽ ആയിരിക്കാൻ നമ്മൾ സഹായിച്ചോ ഞങ്ങൾ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായി കർത്താവ് ബലഹീനനായിരുന്നു എങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവിന്റെ അതിശയമായ പ്രിയവും ശാശ്വതമായ കർത്താവിന്റെ താങ്ങും ഉണ്ടായിരുന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രോഗാവസ്ഥയിലും അവിടെ കൂടെയിരുന്നു, നല്ലവനായിരുന്നു, അതോർത്ത് സ്തോത്രം. ശുശ്രൂഷിപ്പാനും കർത്താവെ തക്ക സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവെ അവിടെ ഒരുക്കി, പ്രിയപ്പെട്ടവരെ അവിടെ ഒരുക്കി, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ പ്രിയ പിതാവിനെ കർത്താവെ അവിടുന്ന് കൊടുത്ത കർത്താവെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓർത്ത പോലെ കർത്താവിൽ ഭാഗ്യമെണ്ണം തന്നെ കർത്താവെ നിന്റെ മോനെ നീ അവിടുന്ന് കൊടുത്തു, നിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സഭയായി വ്യക്തികളായി നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും വരുന്നു. ഈ ശുശ്രൂഷ കർത്താവെ ശുശ്രൂഷയുടെ ആരംഭിക്കുകയാണ്. കർത്താവെ അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും അവിടുന്ന് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ശുശ്രൂഷ മൂലം കർത്താവ് തിരുനാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേക ദൈവക്ഷമയോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വാസം കർത്താവെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്നാണ് ആശ്വാസദായകൻ കർത്താവെ. മാനുഷികമായി ഞങ്ങൾക്കൊക്കെ പരിമിതികൾ ഉണ്ടെന്നാൽ കർത്താവിന്റെ ആശ്വാസമാണ് കർത്താവെ ശാശ്വതമായിട്ടുള്ളത്. അതോർത്ത് നിന്റെ സന്നിധിയിലേക്ക് പ്രിയ മാതാവിനെ പരിവേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീനയാണ് കർത്താവെ, നീ അവിടെ താങ്ങണമേ. കർത്താവെ ഈ ദിവസം കർത്താവ് പ്രത്യേകമായിട്ട് കഴിവ് കൊടുക്കണമേ. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർക്കുന്ന കർത്താവ് സഹായിക്കണമേ. കുടുംബങ്ങളായ കർത്താവെ കർത്താവെ ഓയെയും ക്രിസ്റ്റിയെയും ആനയെയും കുടുംബങ്ങളായി ഒന്ന് പ്രാർത്ഥിക്കുന്നു. തുടങ്ങിയിരിക്കുന്ന മനസ്സുകൾക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കുവാൻ വലിയവനായ ദൈവമേ അവിടുന്ന് കർത്താവെ തുടർന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടുംബത്തോടുള്ള ബന്ധത്തില് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വേണ്ട ആശ്വാസം അവിടുന്ന് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അതിന്റെ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹപൂർവമായി തീരുമാനം ഇടയാക്കണമേ. നല്ല കർത്താവെ സാക്ഷികളും കർത്താവെ നല്ല അനുസ്മരണങ്ങളും നല്ല തിരുവചനത്തിൽ നിന്നുള്ള നല്ല ആലോചനകളും കർത്താവെ കേൾക്കുവാൻ വലിയവനായ ദൈവമേ അതുപോലെ തിരുനാമം മഹത്വപ്പെടുവാൻ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാനാണ് ഇടയാക്കുക. ആദ്യത്തെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദാസനെ കൊണ്ട് ബലപ്പെടുത്തണമേ, സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവർക്കൊക്കെ കർത്താവ് ക്ഷേമത്തോടെ കടന്നു വരുവാനും ശുശ്രൂഷയെ സംബന്ധിച്ച് കർത്താവ് അനുഗ്രഹത്തോട് തിരികെ പോകുവാനോട് സഹായിക്കണമേ. കർത്താവ് ശുശ്രൂഷരാജിത്വം വേണ്ട എല്ലാ നിർമ്മോടാലും നിറയ്ക്കണമേ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.
ഫ്യൂണറൽ സർവീസിനോടുള്ള ബന്ധത്തില് ധാരാളം ആൾക്കാര് കടന്നു വരുവാനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കസേരകളിലും ബെഞ്ചിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് ഒടുവിൽ വരുന്നവർക്ക് സ്വാതന്ത്ര്യമായി ഇരിക്കുവാനുള്ള സൗകര്യം ക്രമീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സീറ്റിട്ട് ഇരുന്നാൽ അതൊരു പിന്നെ ബുദ്ധിമുട്ടാകും. കസേരയിലും ബെഞ്ചിലും മുൻപിലുള്ള സീറ്റുകൾ ഫില്ല് ചെയ്തതിന് മാത്രമേ പുറകോട്ട് ഇരിക്കാവൂ എന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കൊയർ ഒന്നാമത്തെ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്.
അടുത്തതായിട്ട് രണ്ട് സഹോദരന്മാര് ചുരുക്കമായി പ്രാർത്ഥിച്ച് തുടർന്നുള്ള പ്രോഗ്രാം പ്രൊസീഡ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഓഷി ജോർജ് മുംബൈ, TJ തോമസ് പെരിയാർ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയ പിതാവിന്റെ മൂത്ത മകൻ ജോൺസ് എബ്രഹാൻ ബോംബെയിലുള്ള സ്ഥലം സഭയിൽ കൂടിവരുന്ന സഭയിലെ സുവിശേഷകനാണ് ഞാൻ. കഴിഞ്ഞനാളിൽ പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിന്റെ സമയത്ത് തിരുസനിലേക്ക് ചേർത്തു. മീരാ റോഡിലുള്ള ക്രിസ്ത്യൻ ബിലീവേഴ്സ് അസംബ്ലിയുടെ അനുശോചനം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർപ്പിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സമയഭേദം കൂടാതെ, സ്ഥലഭേദം കൂടാതെ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുവാൻ, അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പുത്രനായ ക്രിസ്തുവേശിൽ കൂടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായിട്ടും പദവിക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. പ്രിയപിതാവേ, ഈ രാവിലെ കാലം ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കും ദേശം സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ പിതാവ് 83 വർഷക്കാലം ഈ ലോകത്തിലായിരിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളും നിറവടിയായി നിവർത്തിച്ചു. ദൈവത്തിന്റെ സമയത്ത് തന്നെ വിശ്രാമത്തിനായിട്ട് തിരുസനിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുളവാക്കുന്ന കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. അങ്ങനെ നാം ഒരുമിച്ച് അവനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിച്ചുള്ള അങ്ങയുടെ വിലയേറിയ വചനത്തിനാട് നന്ദിയോടെ സ്തോത്രം. വേർപാടിന്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസനിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ അമ്മച്ചിയോർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ കൊടുക്കണം. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ദൈവസനിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ സ്വർഗീയ കൃപ കൊടുത്ത് അങ്ങയുടെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കുകയും അങ്ങ് ബലപ്പെടുത്തുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കേണ്ട ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കാട് സ്തോത്രം. പ്രിയപിതാവിന് മാന്യമായ ഒരു സംസ്കാര ശുശ്രൂഷ നടത്തുവാൻ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളെല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ആദ്യോടന്തം കർത്താവ് നിയന്ത്രിക്കുകയും എല്ലാ രീതിയിലും കർത്താവിന് നാം മഹിമപ്പെടുകയായിട്ടാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾപ്പിക്കാൻ നന്ദിയോടെ സ്തോത്രം. പുത്രനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. വിളിച്ച പ്രിയാച്ചാന്റെ സംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 83 വർഷക്കാലം തിരുദാസനെ അവിടുന്ന് പരിപാലിച്ചു. ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവന് ദൈവം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീക്കുപോക്കും വിടുതലും നൽകി ഇത്ര ആയുസ് ജീവിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് കുടുംബമായി അവിടുന്ന് അനുവദിച്ചതോർത്ത് സ്തോത്രം. അവർ കുടുംബമായി ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ദൈവത്തിനായി സ്തുതിക്കുന്നു. പ്രിയ കൊച്ചമ്മയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ ദാസിയും ബലഹീനയാണ്. കർത്താവെ ആവശ്യമായിരിക്കുന്ന ശരീരസൗഖ്യവും കർത്താവെ വേണ്ട കൃപ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നൽകി നിന്റെ ദാസിയെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും അവർക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള നല്ല ഉത്തരവാദിത്വ ബോധം കൊടുത്തു. സമയാസമയങ്ങളിൽ അവർക്ക് അത് നിവർത്തിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ അവരെ കുടുംബമായി ഓർക്കണേ. പ്രിയ തമ്പിയെയും കുടുംബത്തെ ഓർക്കുന്നു. മോനും കർത്താവ് തക്ക സമയത്ത് വരുവാൻ ദൈവം പ്രസാദിച്ചല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ റോയിയെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിസിയെയും കുടുംബത്തിനായി സ്തോത്രം.
ആ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവരൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ മകളെ ക്ഷേമത്തോടെ വരുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ആനിയെയും പ്രിയ ജോയിയെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിച്ചൂടെ ആയിരിക്കാൻ ദൈവം കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സഹോദരങ്ങളെയൊക്കെ ഓർക്കണമേ, പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ അവിടുന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും ദൈവേന ഒന്നിച്ചുകൂടി വരുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തുടർന്നും വരാൻ ആഗ്രഹിക്കുന്നവരും തക്ക സമയത്ത് വന്നു ചേർന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർക്കണമേ. ഇതിന്റെ നിയന്ത്രിക്കുന്ന നിർദാസനെ ഓർക്കുന്നു. പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന ആ ടീമിനായ സ്തോത്രം. അങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയാച്ചാൻ കൊടുത്ത നല്ല ആയുസ്സിനായി കർത്താവെ ജീവിതത്തിനായി സ്തോത്രം. തനിക്ക് തന്നിൽ കൂടെ ദൈവം നിവർത്തിച്ചല്ല നല്ല പ്രവൃത്തിയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വലിയൊരു ക്രിസ്തീയ പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഓരോരോ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ ഞങ്ങൾ എന്നേക്കുമായി ഇനി മറയുകയല്ല കർത്താവെ. ഞങ്ങൾ ഒന്നിച്ചു കാണുന്ന ഒരു സുദിനമുണ്ട്. ഞങ്ങൾ നല്ലൊരു പ്രത്യാശ ദൈവം നൽകിയിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയോടുകൂടി ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നു. നിന്റെ ദാസന്റെ ഭൗതിക ശരീരം അല്പസമയം നിന്ന് മറവ് ചെയ്യുമെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നുണ്ട് സ്തോത്രം. തിരുനാമത്തെ എല്ലാം കൊണ്ടും മഹത്വപ്പെടുത്തണമേ. സകലവും ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലുമാറാകണമേ. പ്രിയ പിതാവിന്റെ സണ്ണിലോ ജോയിക്കുട്ടിയുടെ ഒരാത്മാർത്ഥ സുഹൃത്ത് അല്പസമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. പറയുന്നു. സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുവാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സമാധാനം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാകണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുവാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുവാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. ഇനി പ്രോഗ്രാമിൽ കാണുന്നത് അനുസ്മരണങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ഒരു സമയമാണ്. ഏതാണ്ട് നിങ്ങളെത്ര നിയന്ത്രിച്ചിട്ടും ഒരു 20 പേരുകൾ ഇവിടെ കുറിച്ചിട്ടുണ്ട്. ധാരാളം എല്ലാവർക്കും അനുസ്മരണത്തിന് സമയം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഒരു ഫ്യൂണറൽ സർവീസ് 3 മണിക്കൂറിൽ കൂടുതലാകരുത് എന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതെന്നെ കൂടിപ്പോയി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട്
അനുസ്മരണങ്ങൾ പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര് 3 മിനിറ്റിൽ കൂടുതൽ എടുക്കരുതെന്ന് എത്രയും വിനീതമായ ഒരു അപേക്ഷയുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശുശ്രൂഷ സമയത്ത് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ കാരണത്താൽ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് ഒന്നും പറയാൻ